രോഗിയുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസിന് മാർഗതടസ്സം സൃഷ്ടിച്ച സംഭവത്തിൽ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. സ്കൂട്ടർ ഓടിച്ച യുവാവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് കോഴിക്കോട് RTO PA നസീർ 24-നോട് പറഞ്ഞു. സ്കൂട്ടർ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി വയനാട്ടിൽ നിന്ന് രോഗിയുമായി വന്ന ആംബുലൻസിന് മുന്നിലാണ് ഈ അഭ്യാസം. 9:15 അടിവാരത്തെത്തിയ ആംബുലൻസിന് മുന്നിൽ 1 മണിക്കൂറിലേറെ യുവാവ് വഴിമുടക്കി. നിരവധി തവണ ഹോണും സൈറണും മുഴക്കിയിട്ടും ഇയാൾ ആംബുലൻസിനെ കടത്തിവിട്ടില്ല. 22 കിലോമീറ്ററോളം യുവാവ് തടസ്സമുണ്ടാക്കി. വൃക്കരോഗവുമായി ബന്ധപ്പെട്ട് അടിയന്തര ശസ്ത്രക്രിയ നിർദ്ദേശിച്ച രോഗിയുമായി ആശുപത്രിയിൽ എത്തിയത് ഏറെ വൈകി. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടി ആരംഭിച്ചു. ഇത് വളരെ അതീവ ഗൗരവമുള്ളതായതുകൊണ്ട് തന്നെയാണ് രാത്രി അറിഞ്ഞപ്പോൾ തന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ അവിടെ എത്തിയത്. ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ഒരു കാരണവശാലും റോഡിൽ അംഗീകരിക്കാൻ പറ്റാത്തതാണ്. നിയമപരമായ പ്രൊസീഡിങ്സൊക്കെ തയ്യാറാക്കിയതിന് ശേഷം മാത്രം അദ്ദേഹത്തിനെതിരെ ലൈസൻസ് സസ്പെൻഷൻ നടപടി അതുപോലെ തുടർന്നുള്ള മറ്റു നടപടികളൊക്കെ ഉണ്ടാകും. അതിനുള്ള കർശന നിർദ്ദേശം ഇവിടെ നൽകി കഴിഞ്ഞു. ആംബുലൻസിൽ ഡ്രൈവർക്കൊപ്പം ഉണ്ടായിരുന്ന യാത്രക്കാർ സ്കൂട്ടറിന്റെ അപകടകരമായ യാത്ര ചിത്രീകരിച്ചിരുന്നു. ഇതാണ് വാഹനം കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പിന് സഹായമായത്. ആംബുലൻസിന് മാർഗതടസ്സം സൃഷ്ടിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം 2 പേർക്കാണ് ജീവൻ പൊലിഞ്ഞത്. അതിനു പിറകെയാണ് പുതിയ സംഭവം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ നടപടി കർശനമാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. കോഴിക്കോട് നിന്ന് അഭിലാഷ് പള്ളിക്കായ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24.